റിനോവേറ്റ് ചെയ്യാനൊരു ഇതിലായിരുന്നു. ആ എമൗണ്ടിൽ നിന്ന് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതേപോലെ ഒരു ഡ്രീം ഹൗസ് കിട്ടും എന്നൊരു ഇതിലേക്ക് കോട്ടേഴ്സ് ഫാമിലി നമ്മളോട് പറയുന്നത്. ശരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്കിപ്പോൾ ഒരു ഭാഗ്യമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതിലുപരി നമുക്ക് കിട്ടി എന്നുള്ളതാണ്. എൻ്റെ പേര് റോയ് ഫിലിപ്പ് എന്നാണ്. എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിലാണ്. കൊളോണിയൽ മോഡൽ ഒരു വീടായിരുന്നു എൻ്റെ കൺസെപ്റ്റിലുള്ളത്. പല സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്യുക അന്വേഷിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്തുള്ള കോട്ടേഴ്സ് എന്നൊരു കമ്പനിയിലോട്ടാണ് ഞാൻ എത്തിച്ചേർന്നത്. എൻ്റെ വിഷൻ എന്താണ് അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ എനിക്ക് ക്ലിയർ ആയിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏകദേശം നല്ലൊരു ഇതായിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ അവരിലോട്ട് കൂടുതൽ എത്തിപ്പെടാനായിട്ട് ഇതാവുന്നത്. 2000 മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടെന്നായിരുന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ആശയം അതായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത് തീർക്കണമെന്നൊരിതുണ്ടായിരുന്നു. 10 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അതിന് തീർച്ചയായിട്ടും അത് തീർക്കാൻ പറ്റുമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാം അവർ ചെയ്തു തന്നിട്ടുണ്ട്. കാലാവസ്ഥ വളരെയധികം മോശമായിട്ടിരുന്ന സാഹചര്യത്തിൽ പോലും അവർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുകയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ തുടർച്ചയായിട്ട് അവരിവിടെ വരികയും സൈറ്റ് സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും ആൾ അവൈലബിൾ ആയിരുന്നു. അതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ തിരിച്ചു വിളിക്കുകയും എൻ്റെ സംശയങ്ങളെല്ലാം തീർത്തു തരികയും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ട് ഇടപെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്ലാൻ ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ എലിവേഷൻ എങ്ങനെ ആവുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പലരെയും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇവർ എലിവേഷൻ എന്ന് വെച്ചാൽ വളരെ എൻ്റെ മനസ്സിൽ എന്താണോ അതായിരുന്നു ഇവർ എലിവേഷനിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു എലിവേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് കൊളോണിയൽ ടൈപ്പ് ഇങ്ങനത്തെ ഒരു എലിവേഷൻ കണ്ടപ്പോൾ ഞാൻ കറക്റ്റ് എന്താണോ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഹാളും ഡൈനിങ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒരു TV യൂണിറ്റ് വെച്ച് നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുവാണ്. അതിനുശേഷം ഡൈനിങ് ആയാലും ഡൈനിങ്ങും ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഡൈനിങ്ങും ഓപ്പൺ കിച്ചണുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ വരണം, ഒരിക്കലും ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ആവാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തത്. അതേപോലെ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണെങ്കിൽ കൂടി അതിൻ്റെ താഴെ നമ്മൾ ആ ഒരു സ്പേസ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കി കളയാൻ പാടില്ല, അതും യൂട്ടിലൈസ് ചെയ്യണം എന്നൊരു മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. നമ്മുടെ വീടിനകത്തായിട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഡബിൾ ഹൈറ്റ് ഇതാണ് നമുക്ക് വരിക. അപ്പോൾ ഡബിൾ ഹൈറ്റിൽ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ വെച്ചിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൽ കയറുന്ന ഒരു ലാൻഡിംഗ് ഏരിയ ഉണ്ടെങ്കിൽ ആ ലാൻഡിംഗ് ഏരിയയിൽ നമ്മളൊരു ബേ വിൻഡോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബേ വിൻഡോയിൽ നമ്മൾ പിന്നെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് അവിടുന്ന് നമുക്ക് താഴെയുള്ള ആരും വന്ന് ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് വരെ കാണാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടോട്ട് വന്നത്. പിന്നെ പ്രെയർ യൂണിറ്റിൻ്റെ കാര്യമായാലും പ്രെയർ യൂണിറ്റ് ഇൻഡസ്ട്രിയൽ സ്റ്റെയറിനോട് തൊട്ടടുത്ത് തന്നെ ഒരു പ്രെയർ യൂണിറ്റ് വേണം. അതിൻ്റെ ഡയറക്ഷൻ നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഇന്ന ഡയറക്ഷൻ തന്നെ നമുക്ക് വേണമെന്നുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ എന്താണുള്ളത് അത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നെ അവർ തരാൻ വേണ്ടി അവർ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് അവരെല്ലാം തന്നിട്ടുമുണ്ട് എന്നതാണ്. ഞാൻ കയറി വരുന്ന സമയത്ത് നമ്മുടെ ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ശരിക്കും TV യൂണിറ്റ് നമ്മൾ ചൂസ് ചെയ്തത് സോഫയിൽ നിന്ന് ഭയങ്കര വിസിബിൾ ആവുന്ന തരത്തിലും പ്രെയർ യൂണിറ്റിൽ ഒരു ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിലും നമുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യം നല്ല വ്യൂ ആണ്. ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നീട് നമുക്ക് ബാൽക്കണി ആണെങ്കിൽ എസ്പെഷ്യലി എടുത്തു വരണം. നൈറ്റൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല വൈബ് അടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ ഡോറിൻ്റെ അത് എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. നമ്മൾ ചൂസ് ചെയ്തത് എന്താണോ റെഫറൻസ് കാണിച്ചത് അതിനപ്പുറമായിട്ട് അവർ ചെയ്തു. നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈലിനൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ ഇപ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ ശരിക്കും അത് ഭയങ്കര ഇതാണ്. അത് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമുക്കിത് ചെയ്തു തരാൻ ഒരാൾക്കാർ വേണം. അതിന് ഡെഫിനറ്റ്ലി നമ്മൾ കോർട്ടീസിനെ ഡെഫിനറ്റ്ലി നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലും പിന്നെ അവരുടെ സർവീസ് ആണെങ്കിൽ ശരി, നമ്മളെ ഡീൽ ചെയ്യുന്ന തരത്തിലാണെങ്കിലും ശരി, കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇഷ്ടങ്ങളും അതിനകത്തൊക്കെ ഇങ്ങനെ വന്നാലുള്ള ഒരു ഐഡിയാസ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നാൽ നമ്മൾക്കും ബ്ലെൻഡായി പോകുന്ന തരത്തിൽ അവർ ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നല്ല രീതിയിലൊരു കോർട്ടീസുകാർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയും ചെയ്ത് ഇതിനെപ്പറ്റി എല്ലാം ഉത്സാഹിച്ച് ഓരോ കാര്യങ്ങളും സംശയങ്ങളുള്ള ചോദിച്ച് അവരും നല്ല രീതിയിൽ സഹകരിച്ച് ഇന്ന രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കുമെന്നും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വളരെ നല്ലതായിട്ടുണ്ട്. എൻ്റെ മക്കൾ വിചാരിച്ചതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തേക്കുന്നത്. വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടുള്ള പണി വ്യക്തമായിട്ട് തന്നെ സമയം എടുത്ത് തന്നെ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഒരു കോൺട്രാക്ടേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ തിരുവനന്തപുരത്ത് പോയെന്ന് ചോദിച്ചവരും ഉണ്ട്. പക്ഷേ എങ്കിലും അവരിപ്പോൾ ചോദിക്കുന്നത് ആരാണ്, ഇത് ഇവിടെ നിന്നാണ്, തിരുവനന്തപുരം ആണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവരെക്കാട്ട് ഏറ്റവും ബെറ്ററായിട്ട് പണി ചെയ്യുന്ന ഒരു വ്യക്തികളെന്നുള്ള രീതിയിൽ ഇവർ കമ്പനിക്ക് നല്ല ഒരു ഇതാണ് എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്.
അത്ര ഞങ്ങൾ ഹാപ്പി ആയിട്ട് പറയാണ് താങ്ക്സ് എ ലോട്ട് കോർട്ടിസ് ഫാമിലി. അതിപ്പോൾ അവരുടെ കോൺട്രാക്ട് ആണ്, നമ്മുടെ സൂപ്പർവൈസർ ആണെങ്കിലും ശരി, ഇതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്ത് ഓരോന്നും അവരുടെ എക്സ്പേർട്സിനെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. എല്ലാ തരത്തിലും ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രീം ഹൗസിലേക്ക് എത്തിച്ചു തന്ന എല്ലാവർക്കും നന്ദി. ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അത്ര അടിപൊളിയായിരുന്നു, അത്ര നല്ല വർക്കായിരുന്നു.